സെൽഫ് പാമ്പറിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് തോന്നെ ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഏതായാലും ചെയ്യാം. വൈ നോട്ട്, നമുക്ക് വീഡിയോസ് കൊടുക്കാമല്ലോ. എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വാഷ് ചെയ്യാം, ഫേസ് വാഷ് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ് വാഷാണ്. വലിയ ലൈക്ക് ആയിട്ടില്ല, ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്, മറ്റേ നാച്ചുറൽസിൻ്റെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. വലിയ ലൈക്ക് ആയിട്ടില്ല. ഉപ്ടൺ ഫേസ് വാഷാണ്. ഓക്കെ എന്ന് പറയേണ്ടി വരും. വലിയൊരു ചേഞ്ചിങ്ങോ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജെല്ലി ടൈപ്പാണ്. അതിൽ കുറച്ച് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, ബോൾസ് ഒക്കെ ഉണ്ട്, സ്ക്രബിങ് ബോൾസ്. അത് മെൽറ്റായി പോകുന്നുണ്ട്, അത് അതേമാതിരി വെക്കുന്നൊന്നുമില്ല, മെൽറ്റായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. വലുതായിട്ട് വാവുന്നൊന്നും പറയില്ല, എന്നാലും ചെറിയൊരു ഗ്ലോ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് എന്നാലും ഫസ്റ്റ് തന്നെ സ്ക്രബ് യൂസ് ചെയ്യാം. ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ സ്ക്രബ് തന്നെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത്. സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ആണ്. കുഴപ്പമില്ല, നല്ല സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി. ഇത് സ്ട്രോബെറി ഫ്ലേവേർഡാണ്. കുഴപ്പമില്ല, അടിപൊളി സ്ക്രബായിട്ട് യൂസ് ചെയ്യും. നല്ലൊരു സ്ക്രബിനായിട്ട് ഫേസ് വാഷിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ. ഈസി ആൻഡ് സിമ്പിളായിട്ട് ഇതേമാതിരി വീട്ടിൽ ഇതേമാതിരി 2-3 പ്രോഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ക്ലെൻസൊക്കെ ചെയ്തെടുക്കാം. നമ്മളെ ഫേസ് മാതിരി ഇടയ്ക്കൊന്ന് പാമ്പർ ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ ഫേസിനും നല്ലതാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കലുണ്ട്. ചിലപ്പോൾ ടൈം ഇല്ലാത്ത നേരത്താണെങ്കിൽ വീഡിയോസ് എടുക്കുകയില്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്ത് ക്ലിയർ ചെയ്ത് അങ്ങനെ പോകലാണ്. അതേമാതിരി നമ്മൾ ഫേസ് മാത്രമല്ല, നമ്മൾ ഹെയർ ആയാലും എന്ത് കാര്യമായാലും നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് പാമ്പർ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ ഓയിൽ അതേമാതിരി ഹോട്ട് ഓയിൽ മസാജ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരെയും കൊണ്ടെങ്കിലൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് മസാജ് ചെയ്യിപ്പിച്ചാൽ നമ്മളെ ഫേസിനായാലും വേണ്ടിയില്ല, ഹെയറിനായാലും അതൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അത് ഞാൻ കുറച്ച് കാലമായി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അല്ലാതെ വേറെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വെറുതെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് കാര്യമില്ല. ഞാനിതിൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു ബേസ് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വീക്ക്ലി വൺസ് എങ്കിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അതൊരു ഇതായി മാറി അവിടെ തന്നെ പറ്റി നിൽക്കും. കുറേ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും ഇത് വലുതാവുക അങ്ങനത്തതൊക്കെ. അതൊക്കെ നമ്മൾ ചിലർ ഇതൊക്കെ നല്ലപോലെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ പോകും. ഇതിന് സ്ട്രിപ്പും ഉണ്ട്. ഇപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ സ്ട്രിപ്പും ഉണ്ട്. ഇതേമാതിരി ടൂൾ വെച്ച് ചെയ്യണം എന്നില്ല, സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാലും ചെയ്യാം. പക്ഷേ സ്ട്രിപ്പിൻ്റെ മെയിൻ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, അത്ര നല്ലതല്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഞാനിത് ഒരു കോഴ്സ് ഒരു 3 ഇയേഴ്സോളം ഈ ഒരു കോഴ്സും അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് എക്സ്ട്രിജൻ തേച്ച് കൊടുക്കാം. അതൊരു കോട്ടണിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്നും എല്ലായിടത്തും ഒന്നും തേച്ച് കൊടുക്കാം. ഫേസ് സ്ക്രബ് ചെയ്യുക, അതേമാതിരി വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുക. ഇപ്പം ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസത്തെ പോഴ്സൊക്കെ ഓപ്പൺ ആയി കിടക്കും. അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആസ്ട്രിജൻ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു എരിച്ചിലുണ്ടാവും, കാരണം നമ്മൾ പോഴ്സ് ഒന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോയിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു ചെറിയൊരു എരിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും.
നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ D-tan ആണ് എടുത്തത്, നാച്ചോസിൻ്റെ D-tan. അത് വെച്ചിട്ട് നമുക്ക് ഫേസിലൊക്കെ എല്ലാ ഭാഗത്തും കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഞാൻ വീഡിയോയിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ഫേസിൽ എല്ലാ ഭാഗത്തും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലത്തെ ടാന് പോകാൻ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചോസിൻ്റെ പ്രോഡക്റ്റ് തന്നെ കേട്ടോ. ഞാൻ മിക്ക പ്രോഡക്റ്റും യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്കൊരു ബെറ്റർ ആയിട്ട് തോന്നിയത് നാച്ചോസിൻ്റെ D-tanൻ്റെ പാക്കാണ്. അടിപൊളിയാണ്. നമ്മൾ ഫേസിലത്തെ ടാന് പോകാൻ ഇതും അതുപോലെ ഇതിൻ്റെ ഫേസ് വാഷ് രണ്ടും അടിപൊളിയാണ്. എൻ്റെ മിക്ക വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ മതിയാവും ഞാൻ എത്രത്തോളം ഈ രണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യലുണ്ട് എന്നുള്ളത്. മിക്ക പാമ്പറിങ് ആയിട്ടോട്ടെ ഏത് വീഡിയോസിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ രണ്ട് പ്രോഡക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫേസ് വാഷ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്, അപ്പം അതിങ്ങനെയായി. മിക്ക വീഡിയോസിലും പറയലുണ്ട് നമ്മൾ എന്ത് കാര്യം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആയിപ്പോവും. പിന്നെ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫാൻ ഇട്ടിരുന്നു, അപ്പോൾ പിന്നെ ഫാൻ്റെ സൗണ്ട് മെയിനായിട്ട് ഇങ്ങനെ കേൾക്കുക. പിന്നെ അതങ്ങോട്ട് ഒഴിവാക്കിയാണ്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കാൻ വിചാരിച്ചു. ഇന്നത്തെ ഒരു മിനി പാമ്പറിങ് വ്ളോഗാണ്. ഒരു ക്ലെൻസിങ്ങോ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമല്ലോ വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പം ശരി എന്നാൽ, ഓക്കെ, ബൈ.